നിന്നോട് പലതവണ ഞാൻ പറഞ്ഞു, ഒരാഴ്ച കൂടി ഞാൻ സമയം തരും, അല്ലെങ്കിൽ എന്റെ വഴി ഞാൻ സ്വീകരിക്കും. കേട്ടോടാ? എന്താ മോളെ ഫോണിൽ കൂടെ ഭാര്യനായിട്ടൊരു കശപിശ? ഒന്നുമില്ലടാ, ഭാര്യയായിട്ടല്ല, പിന്നെ അയൽവാസിയായിട്ടാ. അയൽവാസിയിട്ട് എന്താ പ്രശ്നം? അതിന്റെ കാര്യമൊന്നും പറയണ്ട ബഷീര. എന്തായാലും നീ കാര്യം പറയും. അയൽവാസിയുടെ മുറ്റത്തൊരു മാവുണ്ട് ബഷീര. ആ മാവിന്റെ കൊമ്പ് വന്ന് നിക്കണ എന്റെ വീടിന്റെ മുകളിലാണ്. അത് കാരണമായി മാവിന്റെ കൊമ്പിന്റെ മുകളിൽ കൂടി ഇഴജന്തുക്കളൊക്കെ എന്റെ വീടിന്റെ മുകളിലാ വന്നെ. എടാ, അവരുടെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, അവരൊട്ട് മുറിച്ച് തന്നൂല. നിനക്ക് പോലീസിന് പരാതി കൊടുത്തൂടെ? പോലീസിലൊക്കെ ഒരുപാട് കംപ്ലൈന്റ് കൊടുത്താണ്, അവർക്ക് പിടിപാടുണ്ടപ്പ. എടാ, അവൻ മുറിക്കാൻ സമ്മതിച്ചാലും അവന്റെ ഭാര്യ സമ്മതിക്കാനുള്ളാന്ന്. എന്റെ ബഷീറെ, ഇതിനൊരു വല്ല പരിഹാരം ഉണ്ടാ? പരിഹാരം പറയാം. അപ്പൊ അയൽവാസിയായ അയാളെ ഭാര്യയാണ് പ്രശ്നം അല്ലേ? അതിനൊരു വഴിയുണ്ട്. എന്ത് വഴിയിടാ? അതായത് ഞാൻ ഐഡിയ പറഞ്ഞുതരാം. നിന്റെ വീട്ടിൽ ഊഞ്ഞാലുണ്ടോ? ഊഞ്ഞാല് വാങ്ങാ, ഇത് വെട്ടി കിട്ടിയാ മതി. ആ ഊഞ്ഞാല് വാങ്ങിയിട്ട് ആ കൊമ്പില്ല നിന്റെ വീട്ടിൽ വന്ന അവരെ മാവിന്റെ ആ കൊമ്പിൽ ഈ ഊഞ്ഞാല് കെട്ടുക. എന്നിട്ട് നീയും ഭാര്യയും കൂടി ഇങ്ങാണ്ട് എന്നും ആ ഊഞ്ഞാല് ഇങ്ങനെ ആടുക, കളിച്ച് ചിരിച്ച് സല്ലപിച്ച്. അപ്പൊ ഇത് കാണുമ്പോ നിന്റെ അയൽവാസി ആ സ്ത്രീയില്ലേ, അവർക്ക് വല്ലാത്തൊരു അസൂയ തോന്നും. അവരിത് കണ്ട് സഹിക്കാതെ അവരാ കൊമ്പ് വെട്ടിക്കളയും. എങ്ങനെയുണ്ട് ഐഡിയ? ഇത് വല്ലാത്തൊരു ഐഡിയ ആയിപ്പോല്ലടാ ബഷീറ.